In our daily life, we have to measure different types of objects. ഒരു ബോൾ നമുക്ക് തന്നിട്ട് അതിൻ്റെ ഡയമീറ്റർ എത്രയാണെന്ന് സ്കെയിൽ ഉപയോഗിച്ച് അളക്കാൻ ചോദിക്കും. ഹൗ വി മെഷർ ദ ലെങ്ത് ഓഫ് ദാറ്റ് ബോൾ? ആ ബോളിൻ്റെ വ്യാസം, ഡയമീറ്റർ നമ്മൾ എങ്ങനെ അളക്കും? അതുപോലെ ഒരു വളഞ്ഞ വര, ഒരു കർവ്ഡ് ലൈൻ നമുക്ക് തന്നേക്കുക. ഹൗ ക്യാൻ വി മെഷർ ഇറ്റ്സ് ലെങ്ത്? എങ്ങനെ അതിൻ്റെ ലെങ്ത് അളക്കും? നമ്മുടെ ബുക്കിനകത്ത് 100 പേപ്പർ ഉണ്ടെന്നിരിക്കട്ടെ. ഒരു പേപ്പറിൻ്റെ തിക്നെസ് നമുക്ക് സ്കെയിൽ ഉപയോഗിച്ച് അളക്കാൻ പറ്റും. അപ്പം ഇതെല്ലാം ചില ട്രിക്കുകളിലൂടെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതെങ്ങനെയാണെന്ന് ഇപ്പോൾ നമ്മൾ പഠിക്കാനായിട്ട് പോവുകയാണ്. നമ്മൾ ലീസ്റ്റ് കൗണ്ട് മനസ്സിലാക്കി. ലീസ്റ്റ് കൗണ്ട് means the smallest length that can be measured by using a meter scale. അത് എത്രയാണ്? 1 millimeter. അപ്പോൾ 1 millimeterനേക്കാളും ചെറിയ അളവുകൾ ഒരിക്കലും നമുക്ക് ഈ സ്കെയിൽ യൂസ് ചെയ്തുകൊണ്ട്, ഈ മീറ്റർ സ്കെയിൽ ഉപയോഗിച്ച് നേരിട്ട് അളക്കാൻ, ഡയറക്റ്റ് ആയിട്ട് നമുക്ക് അളക്കാൻ പറ്റുകയില്ല. ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് കൃത്യമായിട്ട് അളന്നെടുക്കാൻ പറ്റില്ല. പക്ഷേ നമുക്ക് ഒരു പേപ്പറിൻ്റെ, നിങ്ങളുടെ ബുക്കിൻ്റെ ഒരു പേപ്പറിൻ്റെ തിക്നെസ് നമുക്ക് അളക്കണം. ഇതൊരു ബുക്കാണ്, കണ്ടോ? ഈ ബുക്കിന് കണ്ടോ പേപ്പറുകളുണ്ട്. ഇതിനകത്ത് ഒരു പേപ്പറിൻ്റെ തിക്നെസ് ആണ് നമുക്ക് അളക്കേണ്ടത്. ഒരു പേപ്പറിൻ്റെ തിക്നെസ് അളക്കാനായിട്ട് നമുക്ക് ഒരിക്കലും ഇത് ഉപയോഗിച്ച് അളക്കാനായിട്ട് പറ്റുകയില്ല. അപ്പോൾ ഈ ബുക്കിനകത്ത് 100 പേപ്പർ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. 100 പേപ്പർ ഉണ്ട്. ഇങ്ങനെ 100 പേപ്പറാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ 100 എണ്ണം ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് നമ്മളിതിൻ്റെ ലെങ്ത് എടുക്കും. ഏകദേശം അളവെടുക്കുകയാണ്. 1 സെൻറ്റിമീറ്റർ ഇല്ല, ഒരു 8 മില്ലിമീറ്റർ ആണ് ഇതിനാകെ ഉള്ളത്. 8 മില്ലിമീറ്റർ ആണ് ഇതിനുള്ളത്. അപ്പോൾ ഈ 100 പേപ്പറിൻ്റെ, 1 പേപ്പറിൻ്റെ തിക്നെസ് അല്ലാതെ 100 പേപ്പറിൻ്റെ, 100 പേപ്പറിൻ്റെ തിക്നെസ് ആണ്, കനമാണ് എത്ര? 8 മില്ലിമീറ്റർ. അപ്പോൾ 1 പേപ്പറിൻ്റെ തിക്നെസ് എത്രയായിരിക്കും? 8/100 എന്ന് വെച്ചാൽ 0.08 മില്ലിമീറ്റർ. ഓക്കെ, 0.08 മില്ലിമീറ്റർ. ഇതാണ് ഒരു പേപ്പറിൻ്റെ തിക്നെസ്. അപ്പോൾ നമുക്ക് A4 സൈസ് ഫോട്ടോസ്റ്റാറ്റ് പേപ്പർ ഉണ്ടല്ലോ, ആ ഒരു പേപ്പറിൻ്റെ തിക്നെസ് നമുക്ക് അളക്കണം. ഹൗ ക്യാൻ വി മെഷർ ഇറ്റ്സ് ലെങ്ത്, ഇറ്റ്സ് തിക്നെസ്? അതിന് നമ്മൾ ചെയ്യുന്ന പണി, ആദ്യം തന്നെ നമുക്ക് ഡിവൈഡ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടി 100 അല്ലെങ്കിൽ 50 അങ്ങനെ ഒരു സെർട്ടൺ പേപ്പർ, 100 പേപ്പർ ഷീറ്റ്സ്, അതാണ് ഏറ്റവും നല്ലത്. 100 പേപ്പർ, ആ ഫോട്ടോസ്റ്റാറ്റ് പേപ്പർ 100 പേപ്പർ നമ്മളിങ്ങനെ പൈലപ്പ് ചെയ്തിട്ട് ഒരു ബണ്ടിലാക്കി വെക്കണം. കണ്ടോ? ഒരു ബണ്ടിലായിട്ട് ഒന്നിന് മുകളിൽ ഒന്നായിട്ട് ഇങ്ങനെ അടുക്കി വെക്കണം. എത്ര പേപ്പറാ? 100 പേപ്പർ പൈലപ്പ് ചെയ്യണം, അടുക്കി വെക്കണം. അങ്ങനെ ഒരു ബണ്ടിലാക്കണം. എന്നിട്ട് വി മെഷർ ദ ലെങ്ത് ഓഫ് ദ ബണ്ടിൽ. കണ്ടോ? ആ ബണ്ടിലിൻ്റെ ലെങ്ത് നമ്മളൊരു സ്കെയിൽ ഉപയോഗിച്ച് ഇങ്ങനെ മെഷർ ചെയ്യണം. കണ്ടോ? അങ്ങനെ ആ 100 പേപ്പറിൻ്റെ തിക്നെസ് നമുക്കിവിടെ കിട്ടും. എന്നിട്ട് അതിൽ നിന്ന് വി ക്യാൻ കാൽക്കുലേറ്റ് ദ തിക്നെസ് ഓഫ് 1 പേപ്പർ ബൈ ഡിവൈഡിങ് ഇറ്റ് വിത്ത് 100. കണ്ടോ? ആ 100 പേപ്പറിൻ്റെ തിക്നെസ് ആയിട്ട് കിട്ടിയ സംഖ്യ അതിനെ 100 കൊണ്ട്, 100 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ ഗെറ്റ് ദ തിക്നെസ് ഓഫ് 1 പേപ്പർ. നമുക്ക് ഈ വയറിൻ്റെ തിക്നെസ് ഒന്ന് കണ്ടുപിടിക്കണം. ഈ വയറിൻ്റെ തിക്നെസ് കണ്ടുപിടിക്കണം. സ്കെയിൽ വെച്ച് നമുക്കിങ്ങനെ മെഷർ ചെയ്യാനായിട്ട് പറ്റില്ല. തിക്നെസ് കണ്ടുപിടിക്കുക ആക്യുറേറ്റ് ആയിരിക്കില്ല. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ, we take a pencil or pen, a round pencil or pen, and wind the wire.
എറൗണ്ട് ദ പെൻസിൽ ക്ലോസ്ലി, വളരെ അടുത്തടുത്ത് വരുന്ന രീതിയിൽ ഈ പെൻസിലിൻ്റെ മുകളിൽ അല്ലെങ്കിൽ പേനയുടെ മുകളിൽ ഈ വയർ ഇങ്ങനെ ചുറ്റുക. ഹൗ മെനി ടേൺസ് വി മേക്ക്, നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള എളുപ്പത്തിന് 10 or 20 അങ്ങനെയുള്ള രീതിയിൽ നമ്മൾ ടേൺസ് ഉണ്ടാക്കണം, വളയങ്ങൾ ഉണ്ടാക്കണം അല്ലേ. അപ്പോൾ എത്ര ചുറ്റുകൾ നമ്മൾ ചുറ്റി? ഒരു 10 ചുറ്റാണ് ഞാൻ ചുറ്റുന്നത് ഇതിൻ്റെ മുകളിൽ. ഒരു 10 ചുറ്റ് വളരെ ക്ലോസ് ആയിട്ടാണ് ഈ ചുറ്റ് ചുറ്റുന്നത്. കണ്ടോ, 10 ചുറ്റ്. 1 2 3 4 5 6 7 8 9 10. ഇത് 10 ചുറ്റ് ഞാനിപ്പോൾ ചുറ്റിയിട്ടുണ്ട്. ഇത് കണ്ടോ, ചേർന്നിരിക്കണം, ക്ലോസ് ആയിരിക്കണം. അങ്ങനെ 10 ചുറ്റ് ഞാനിപ്പോൾ ചുറ്റിയിട്ടുണ്ട്. എന്നിട്ട് വി ടേക്ക് ദ ലെങ്ത് ഓഫ് ദീസ് 10 ടേൺസ്. ഈ 10 ചുറ്റിൻ്റെ നീളം നമ്മൾ ഒരു സ്കെയിൽ ഉപയോഗിച്ച് മെഷർ ചെയ്യും. അപ്പോൾ എനിക്കിവിടെ മെഷർ ചെയ്തപ്പോൾ കിട്ടിയേക്കണേ 2.5 സെൻറ്റിമീറ്റർ എന്നാണ് കിട്ടിയേക്കണത് കേട്ടോ. 2.5 സെൻറ്റിമീറ്റർ. അപ്പോൾ 2 പോയിൻറ്റ്. അപ്പോൾ ഞാൻ എഴുതാൻ പോണത് തിക്നെസ് ഓഫ് 10 ടേൺസ്. 10 ചുറ്റിൻ്റെ ലെങ്ത്താണ് അല്ല തിക്നെസ് ആണ് ഞാൻ കണക്കാക്കുന്നത്. 2.5 സെൻറ്റിമീറ്റർ എന്നെനിക്ക് കിട്ടി. 10 ചുറ്റിൻ്റെ തിക്നെസ് ആണ് കിട്ടിയിരിക്കുന്നത്. ഇനി അപ്പോൾ അതിൽ നിന്ന് തിക്നെസ് ഓഫ് 1 ടേൺ എന്ന് വെച്ചാൽ ആ വയറിൻ്റെ തിക്നെസ് കനം എത്രയാണെന്ന് എനിക്കിപ്പോൾ കണ്ടെത്താൻ പറ്റും. 2.5 by 10. അപ്പോൾ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ പോയിന്റ് ഇപ്പുറത്തോട്ട് മാറി എന്ന് വെച്ചാൽ 0.25 മില്ലിമീറ്റർ എന്നെനിക്ക് കിട്ടി. അപ്പോൾ എങ്ങനെ ഹൗ വി ക്യാൻ മെഷർ ദ തിക്നെസ് ഓഫ് എ വയർ എന്നിപ്പോൾ നിങ്ങൾ കണ്ടു. ആദ്യം വൈൻഡ് ദ വയർ ക്ലോസ്ലി അറൗണ്ട് എ പെൻസിൽ ഓർ എ പെൻ. പേനയ്ക്ക് ചുറ്റും 10 പ്രാവശ്യം ചുറ്റുക, 10 ചുറ്റ്. എന്നിട്ട് measure the length of 10 turns. From this we can calculate the thickness of the wire by dividing it with 10. 10 കൊണ്ട് ഈ സംഖ്യയെ നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വയറിൻ്റെ തിക്നെസ് എത്രയാണെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. We are going to measure the length of a curved line. ഒരു വളഞ്ഞ വര കണ്ടല്ലോ. ഇതിൻ്റെ ലെങ്ത് നമുക്കൊന്ന് കാണണം. സ്കെയിൽ വെച്ച് പറ്റുമോ? ഇല്ല. അപ്പോൾ ഇതിന് എന്ത് ട്രിക്കാണ് വേണ്ടത്? അപ്പോൾ ഇത് അളന്ന് നമുക്കിത് മെഷർ ചെയ്യാനായിട്ട് പറ്റും. അതിന് 2 കാര്യങ്ങൾ നമുക്ക് വേണം. ഒന്നൊരു സ്കെയിൽ വേണം, രണ്ടൊരു ത്രെഡ് വേണം, ഒരു ചരട് വേണം, ഒരു നൂല് വേണം. കണ്ടോ? എന്നിട്ട് I place this thread over the line. കണ്ടോ, ഈ ലൈനിൻ്റെ മുകളിലൂടെ ഞാനിങ്ങനെ ഈ പെൻസിലിങ് ഈ ത്രെഡ് ഇങ്ങനെ ഈ ചരട് ഇങ്ങനെ നിവർത്തി ഇങ്ങനെ വെച്ച് വരിക. വളരെ ശ്രദ്ധിക്കണം. അങ്ങനെ എനിക്ക് ഇതാണ് അതിൻ്റെ ലെങ്ത് എന്ന് എനിക്ക് മനസ്സിലായി. ഇനി എനിക്ക് സ്കെയിൽ ഉപയോഗിച്ച് സ്കെയിലിൽ ഈ ത്രെഡിൻ്റെ അത്രയും നീളം നോക്കിക്കഴിഞ്ഞാൽ എനിക്കറിയാൻ കഴിയും. കണ്ടോ, ഏകദേശം 27.5 27.5 സെൻറ്റിമീറ്റർ എന്ന്. എനിക്ക് അടുത്തതായിട്ട് ഈ ബോളിൻ്റെ ഡയമീറ്റർ കണ്ടുപിടിക്കണം, ഈ ബോളിൻ്റെ വ്യാസം കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് ഞാൻ ഇങ്ങനെയൊക്കെ അളന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് എനിക്ക് മെഷർ ചെയ്യാനായിട്ട് പറ്റൂല്ലോ? ഇല്ല. അപ്പോൾ അതിനെന്തെങ്കിലും സൂത്രപ്പണി ഉണ്ടോ? അതിനുള്ള സൂത്രപ്പണി ഞാൻ കാണിക്കാം. 2 വുഡൻ ബ്ലോക്ക് എടുക്കുക. ഞാൻ എടുത്താണ് വുഡൻ ബ്ലോക്ക് അല്ലാതെ ഡസ്റ്റർ ആണ്. ഇതൊരു പ്ലാസ്റ്റിക് ബോക്സ് ആണ്. അപ്പോൾ 2 വുഡൻ ബ്ലോക്കുകൾ ഞാൻ എടുത്തു. എന്നിട്ട് ഈ ബോളിനെ അതിൻ്റെ ഇടയിൽ പ്ലേസ് ചെയ്തു. ഐ പ്ലേസ് ദ ബോൾ ബിറ്റ്വീൻ 2 വുഡൻ ബ്ലോക്സ്. 2 തടിക്കട്ടകൾക്കിടയിൽ ഞാൻ ഈ ബോളിനെ പ്ലേസ് ചെയ്തു. കണ്ടോ, ഈ ബോളിനെ 2 തടിക്കട്ടകളുടെ ഇടയിൽ ഞാൻ വെച്ചു. ചേർന്നിരിക്കണം. ഇങ്ങനെ ഒന്നും ഇരുന്നാൽ പറ്റില്ല, ചേർത്ത് വെക്കണം കേട്ടോ. ചേർത്ത് വെച്ചു. ഇനി ഞാൻ ചെയ്യുന്നത്
I measure the distance from ഉണ്ടോ ഈ രണ്ട് വുഡൻ പ്ലാങ്കുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് എത്ര ഉണ്ടെന്ന് ഞാൻ അളന്നു കണ്ടോ ഐ മെഷർ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു വുഡൻ പ്ലാങ്ക്സ് 6 സെന്റിമീറ്റർ ഈ ബോളിനെ രണ്ട് വുഡൻ പ്ലാങ്ക്സിന്റെ ഇടയിൽ പ്ലേസ് ചെയ്തിട്ട് ഈ ഡിസ്റ്റൻസ് ആണ് ഞാൻ അളന്ന് നോക്കിയത് 6 സെന്റിമീറ്റർ ആണ് ഈ ബോളിന്റെ ഡയമീറ്റർ എന്നെനിക്ക് കിട്ടി. ലെങ്ത് അളക്കാനുള്ള പലതരം അളവുകൾ നമ്മൾ പഠിച്ചു. കിലോമീറ്റർ നമ്മൾ മനസ്സിലാക്കി, ദെൻ സെന്റിമീറ്റർ നമ്മൾ മനസ്സിലാക്കി, മില്ലിമീറ്റർ, അതിനേക്കാൾ ചെറിയ യൂണിറ്റ് മൈക്രോമീറ്റർ, നാനോമീറ്റർ, ഇവയെല്ലാം മീറ്ററുമായിട്ട് ഇതിൻ്റെ ഒരു കണക്ഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. 1 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് മീറ്ററിൽ പറയുകയാണ് 1/100 എന്ന് എഴുതാം. എന്ന് വെച്ചാൽ നമ്മൾ അതിനെ എഴുതി 1/10⁻². നമ്മൾ അതിനെ എഴുതി 10⁻². ഒരു കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മീറ്റർ ആണ് നമുക്കറിയാലോ. 1000 മീറ്റർ ഈക്വൽസ് 1 കിലോമീറ്റർ. അപ്പോൾ 1 കിലോമീറ്ററിനെ നമുക്ക് മീറ്ററിൽ പറയാം 1000 മീറ്റർ. എന്ന് വെച്ചാൽ കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ മീറ്ററിനേക്കാളും വലിയ യൂണിറ്റ് ആണ്. പിന്നെ എഴുതിയേക്കണൊക്കെ മീറ്ററിനേക്കാൾ ചെറിയ യൂണിറ്റുകളാണ്. അതുകൊണ്ട് ഇതെല്ലാം 1 ചേർന്നായിരിക്കും വരിക. അപ്പൊ നമുക്ക് അടുത്ത് നോക്കാം. അപ്പൊ ഒരു മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മീറ്റർ ആയിട്ട് വരും? 100 സെന്റിമീറ്റർ ആണ് ഒരു മീറ്റർ. ഇനി ഒരു സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മില്ലിമീറ്ററാണ്? 10 മില്ലിമീറ്ററാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മില്ലിമീറ്റർ ആയിട്ട് വരും? 10 × 100 എന്ന് വെച്ചാൽ 1000 മില്ലിമീറ്റർ ആണ് ഒരു മീറ്റർ എന്ന് പറയുന്നത്, ആണല്ലോ. അപ്പൊ നമ്മൾ മില്ലിമീറ്ററിനെ മീറ്ററിൽ പറയുമ്പോൾ ഒരു മീറ്ററിനെ 1000 പാർട്ടായിട്ട് ഭാഗിച്ചതിൽ ഒരു ഭാഗം. അപ്പോൾ ഒരു മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? 1/10⁻³ എന്ന് എഴുതാം. എന്ന് വെച്ചാൽ ആ 10⁻³ ന്യൂമറേറ്റർ ആയിട്ട് മുകളിലേക്ക് എഴുതുമ്പോൾ 10⁻³ മീറ്റർ എന്ന് എഴുതാം. ഇനി നമുക്ക് മൈക്രോമീറ്റർ ഒക്കെ നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. 1/1 ഇട്ടിട്ട് 6 0 കേട്ടോ. എന്ന് വെച്ചാൽ ഒരു മീറ്ററിനെ 10 lakh പീസുകളാക്കി മാറ്റിയതിൽ ഒരു പീസ്, അതാണ് ഒരു മൈക്രോമീറ്റർ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ 1 മീറ്റർ നീളമുള്ള ഒരു സ്കെയിലിനെ 10 ലക്ഷം ഈക്വൽ പാർട്ടുകളായിട്ട് ഭാഗിക്കുന്നതിൽ ഒരു ഭാഗത്തിന്റെ നീളത്തിനെയാണ് ഒരു മൈക്രോമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിത് എഴുതുമ്പോൾ ചുരുക്കി എഴുതുമ്പോൾ 1/10⁻6 എന്ന് എഴുതും. 6 പൂജ്യങ്ങളുണ്ട്. അപ്പോൾ ഇതിനെ ഈ രീതിയിൽ എഴുതുമ്പോൾ 10⁻6 മീറ്റർ. ഇനി ഒരു നാനോമീറ്റർ എന്ന് പറഞ്ഞാൽ 1/1 ഇട്ടിട്ട് 9 zeros വേണേ. 1 ഇട്ടിട്ട് 9 zeros. എന്നുവെച്ചാൽ ഒരു മീറ്റർ ലെങ്തിനെ 100 കോടി 10 crore പീസുകളാക്കി മാറ്റിയതിൽ ഒരു കഷണത്തിന്റെ ലെങ്ത് ആണ് ഒരു നാനോമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ചുരുക്കി നമ്മൾ 1/10⁻9 എഴുതാം. 10⁻9 മുകളിലേക്ക് പോകുമ്പോൾ 10⁻⁻9 മീറ്റർ. അപ്പോൾ നമുക്കിപ്പോൾ എല്ലാ അളവുകളെയും മീറ്ററിൽ ഞാൻ എഴുതി വെച്ചിരിക്കുന്ന നിങ്ങൾ കാണുന്നത്. ഒരു കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 1000 മീറ്റർ, ഒരു സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 10⁻² മീറ്റർ, ഒരു മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ 10⁻³ മീറ്റർ, ഒരു മൈക്രോമീറ്റർ എന്ന് പറഞ്ഞാൽ 10⁻⁻6 മീറ്റർ, ഒരു നാനോമീറ്റർ എന്ന് പറഞ്ഞാൽ 10⁻⁻9 മീറ്റർ. ഒരു വസ്തുവിന്റെ ലെങ്ത് നമ്മൾ അളക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കണം? എനിക്കിപ്പോൾ ഇതിന്റെ ഒന്ന് ലെങ്ത് അളക്കണം. ഈ പവർ ബാങ്കിന്റെ ലെങ്ത് അളക്കണം. ക്ലോസ് ടു ദ ഒബ്ജക്റ്റ്, ആ വസ്തുവിന്റെ അടുത്തേക്ക് ഞാൻ വരണം. അതാണ് ഒന്നാമത് ചെയ്യേണ്ടത്. വസ്തുവിന്റെ അടുത്തേക്ക് വരണം, ക്ലോസ് ടു ദ ഒബ്ജക്റ്റ്. പിന്നെ ചെരിവ് വരാൻ പാടില്ല, ഇൻക്ലിനേഷൻ വരാൻ പാടില്ല. കണ്ടോ, നേരെ ആയിരിക്കണം. ഓക്കെ, ഇനി ചെയ്യേണ്ടത്, ഞാനിപ്പോൾ റീഡിങ് എടുക്കുവാണ്. അപ്പൊ എൻ്റെ കണ്ണിന്റെ അടുത്തായിരിക്കണം കേട്ടോ. എൻ്റെ കണ്ണിന്റെ തൊട്ടടുത്തായിരിക്കണം.
അപ്പോൾ എൻ്റെ കണ്ണ് ഇവിടെ തന്നെ ആയിരിക്കണം, ഈ ലൈനിലായിരിക്കണം. എന്നാലാണ് എനിക്ക് 23 എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഇതിൻ്റെ ലെങ്ത്. അപ്പം ഞാൻ ഇവിടെ നിന്നാണ് നോക്കുന്നതെങ്കിൽ എന്നാ പറ്റുമെന്ന് അറിയാമോ? ഞാൻ ഇവിടെ നിന്നാണ് നോക്കണമെങ്കിൽ ചിലപ്പോൾ എനിക്ക് റീഡിങ് തോന്നുക ഒരു 24 എന്നൊക്കെ ആയിരിക്കും തോന്നുക. ഇവിടെയാണ് എൻ്റെ കണ്ണിരിക്കണമെങ്കിൽ. ഇനി ഞാൻ ഇവിടെയാണ് എൻ്റെ കണ്ണ് വെച്ചേക്കണമെങ്കിലോ എനിക്ക് തോന്നുക ഒരു 22 എന്നൊക്കെ ആയിരിക്കും തോന്നുക. അപ്പം കറക്റ്റ് അളവ് കിട്ടണമെങ്കിൽ ഞാൻ എവിടെ എൻ്റെ കണ്ണ് വയ്ക്കണം? അതിന് സ്ട്രെയിറ്റ് ആയിരിക്കണം. റീഡിങ് എടുക്കണതിൻ്റെ സ്ട്രെയിറ്റ് ആയിരിക്കണം എൻ്റെ കണ്ണ് ആയിരിക്കേണ്ടത്. അപ്പോൾ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, റീഡിങ് എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് ക്ലോസ് ടു ദ ഓബ്ജക്റ്റ് ആയിരിക്കണം. എന്ന് വെച്ചാൽ വസ്തുത ഇങ്ങനെയൊന്നും പിടിച്ചിട്ട് നമ്മൾ റീഡിങ് എടുക്കരുത്, അതിനോട് മുട്ടിക്കണം. കണ്ടോ, അളവ് എടുക്കണതിന് തൊടണം. ക്ലോസ് ടു ദ ഓബ്ജക്റ്റ് ആയിരിക്കണം. ദെൻ രണ്ടാമത്തത് ഇൻക്ലിനേഷൻ പാടില്ല, ചെരിയാൻ പാടില്ല. ഇൻക്ലിനേഷൻ, നോ ഇൻക്ലിനേഷൻ എന്ന് വെച്ചാൽ അളവെടുക്കുമ്പോൾ ഇങ്ങനെ ചെരിഞ്ഞൊന്നും വരാൻ പാടില്ല, കറക്റ്റ് നേരെ. ഇൻക്ലിനേഷൻ പാടില്ല. മൂന്നാമത്തെ കാര്യം, നമ്മൾ മെഷർ ചെയ്യുമ്പോൾ സ്ട്രെയിറ്റ് ആയിരിക്കണം. നമ്മുടെ ഐയുടെ പൊസിഷൻ സ്ട്രെയിറ്റ് ആയിരിക്കണം, നേരെ ആയിരിക്കണം. പുറകിൽ ബിഹൈൻഡും ആവരുത്, ഹെഡും ആവരുത്, അല്ലേ? പിറകിലും മുമ്പിലൊന്നും ആവരുത്. അതിൻ്റെ നേരെ തന്നെ നമ്മുടെ കണ്ണ് പിടിച്ചിട്ട് വേണം റീഡിങ് എടുക്കാനായിട്ട്. ഇങ്ങനെ 3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഐ പൊസിഷൻ സ്ട്രെയിറ്റ് ആയിരിക്കും. ഇതിൻ്റെ നീളം എത്രയാണെന്ന് എനിക്ക് അളക്കണം. ഈ വീതി, ഇതിൻ്റെ വീതി, ആ ബ്രെഡ്ത്ത് എത്രയാണെന്ന് അളന്ന് നോക്കണം. അപ്പം ഞാൻ എന്ത് ചെയ്യണം? ഞാൻ ഈ രണ്ടിനോട് ചേർത്ത് വെച്ചു. കണ്ടോ, ഇങ്ങനെ ചേർത്ത് വെച്ചു. അപ്പം ഞാൻ റീഡിങ് എടുക്കുക. 2, 3, 4ൻ്റെ തൊട്ടടുത്ത് വരുന്നുണ്ട്. അപ്പം 3.8. ഇങ്ങനെ ഈ റീഡിങ് ശരിയാണോ? നിങ്ങൾ തന്നെ പറ, ശരിയാണോ? അല്ല. ഇതിൻ്റെ ബ്രെഡ്ത്ത് എത്ര വരും? ഈ പവർ ബാങ്കിൻ്റെ ബ്രെഡ്ത്ത് എത്ര വരും എന്നാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്? 2 തൊട്ട് 3 വരെ 1 സെൻറ്റിമീറ്റർ, 3 തൊട്ട് ഇവിടം വരെ 8 മില്ലിമീറ്റർ, അല്ലേ? അപ്പോൾ 3.8 ആണോ 1.8 ആണോ ശരി? 1.8 ആണ് ശരി. അപ്പോൾ നമ്മൾ ഒരു ബ്രോക്കൺ സ്കെയിൽ വെച്ച് റീഡിങ് എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ കാണിക്കുന്ന കറക്റ്റ് റീഡിങ് അല്ല അവിടെ വരിക. ഓക്കെ, അപ്പോൾ നമ്മൾ തുടങ്ങിയത് 2ൽ നിന്നാണ്. അപ്പോൾ 2 തൊട്ട് 3 വരെ 1 സെൻറ്റിമീറ്റർ, 3 മുതൽ ഈ 8 വരെ 0.8 സെൻറ്റിമീറ്റർ, അല്ലെങ്കിൽ 8 മില്ലിമീറ്റർ. അപ്പോൾ അങ്ങനെ 1.8 സെൻറ്റിമീറ്റർ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ മെഷർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഓരോന്നായിട്ട് നമ്മൾ മനസ്സിലാക്കിയില്ലേ? ഹൗ ക്യാൻ വി മെഷർ യൂസിങ് എ സ്കെയിൽ, അല്ലേ? ഒരു സ്കെയിൽ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കിയത്. ഓക്കെ.